യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആഗമനകാലത്തിലെ അവസാന ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തിരുനാളിനൊരുക്കമായുള്ള അവസാന ഘട്ടത്തിലെ ഒരുക്കത്തിലാണ് നമ്മൾ. ആദ്യമായി ക്രിസ്മസിന് ഒരുങ്ങുന്നത് മാതാവും യൗസേപ്പിതാവുമാണല്ലോ. മത്തായി സുവിശേഷകൻ യൗസേപ്പിതാവിനെ കേന്ദ്രീകരിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഈ ഞായറാഴ്ച നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മറിയം ഗർഭിണിയാണെന്ന് ജോസഫ് അറിയുന്നു. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, തിരുക്കുടുംബത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്. ജീവിതത്തെ മുഴുവൻ വേവിക്കാൻ ശക്തിയുള്ള ഒരു കനൽ വന്ന് അവരുടെ വൈവാഹിക ജീവിതത്തിലേക്ക് വീഴുന്നു. യേശുവിനെ നീതിമാനാണെന്നാണ് സുവിശേഷം വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവിക നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നർത്ഥത്തിൽ. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം അനുസരിച്ചാണെങ്കിൽ മറിയത്തെ അപമാനിതയാക്കാൻ കഴിയുന്നുള്ള വിധത്തിലുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിനനുസരിച്ചാണെങ്കിൽ അവളെ പട്ടണവാതിക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലാം. ഇസ്രായേലിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ നിയമത്തിന് റബ്ബിമാർ ഇതിനോട് ഒരു മൃദു സമീപനം നടത്തിയായിട്ട് ബൈബിൾ കമന്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജോസഫിന് ഇതിലേതെങ്കിലും തിരഞ്ഞെടുക്കാം, നീതിമാനായി നിൽക്കുകയും ചെയ്യാം. പക്ഷേ ജോസഫിൻ്റെ തീരുമാനം മറ്റൊന്നാണ്. അതായത് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാം എന്നതാണ്. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കേ എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് യൗസേപ്പിതാവിൻ്റെ ഈ അനുഭവത്തെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? വളരെ ശാന്തമായ യൗസേപ്പിതാവിൻ്റെ ചിന്തയായിട്ട് നമുക്കിതിനെ പരിഗണിക്കാൻ സാധിക്കില്ല. തൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന തീഷ്ണമായ ഒരു അനുഭവമായി യൗസേപ്പിതാവിന് അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ തന്നെ കുടുംബ ബന്ധങ്ങളിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരുന്ന അനുഭവങ്ങൾ, അതിൻ്റെ കുഴഞ്ഞുമറിയലുകൾ, അതുൾക്കൊള്ളുന്ന സംഘർഷങ്ങൾ എന്നിവയ്ക്ക് നമുക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു മാർഗനിർദ്ദേശം സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യൗസേപ്പിതാവ് തിളച്ചുമറിയുന്ന ഒരു അനുഭവത്തിലേക്ക് കിടക്കുകയാണ്. നിയമം അനുസരിച്ച് അപമാനത്തിന് വിധേയപ്പെടുത്താം, കല്ലെറിയാം. പക്ഷെ യൗസേപ്പിതാവ് തീരുമാനിക്കുന്നത് രഹസ്യമായി അപമാനിക്കാതെ ഉപേക്ഷിക്കാം എന്നാണ്. ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാവുന്നത്: ഈ യൗസേപ്പിതാവിൻ്റെ തീരുമാനം നല്ല തീരുമാനമാണോ അതോ മോശം തീരുമാനമാണോ? ഈ തീരുമാനത്തിൽ നീതിക്കും നിയമത്തിനും മുകളിലായി യൗസേപ്പിതാവ് തൻ്റെ തന്നെ നന്മയും കരുണയും മറിയത്തോടുള്ള പരിഗണനയും ഒക്കെ ഉൾക്കൊള്ളിച്ചാണല്ലോ രഹസ്യമായി ഉപേക്ഷിക്കാം, അപമാനത്തിന് വിധേയമാക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് പിന്മാറാറില്ല. എത്ര കണ്ടാണ് നീതിയെന്നും നിയമമെന്നും പറഞ്ഞ് ചിലപ്പോൾ അതിലുപരിയായി ഞാൻ കരുണ കാണിച്ചു, ഞാൻ വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീറും വാശിയും ഒക്കെ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ജോസഫ് തൻ്റെ പ്രതിശ്രുത വധുവായ മറിയത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ജോസഫിനോട് ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്ന് വ്യക്തമാക്കുന്നു. ആദിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജലത്തിനു മീതെ ചലിക്കുകയും അങ്ങനെ സൃഷ്ടികർമ്മം നടത്തുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യേശുവിൻ്റെ ജനനം ആത്മാവിൻ്റെ പ്രവൃത്തിയാലുള്ള ഒരു നവസൃഷ്ടിയാണ് എന്നാണ് നമ്മൾ ദൈവശാസ്ത്രപരമായി മനസ്സിലാക്കിയെടുക്കേണ്ടത്. ശിശുവിന് യേശു എന്ന് നാമകരണം ചെയ്യേണ്ടത് യൗസേപ്പിതാവാണ്. നിയമാനുസൃതമായി യൗസേപ്പിതാവ് യേശുവിൻ്റെ അപ്പനാവുകയാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണല്ലോ. അന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരാണ് യേശു എന്നത്. ജോസഫ് എന്ന ചരിത്രകാരന് തന്നെ 20ഓളം യേശു എന്ന പേരുള്ള വ്യക്തികളെ അറിയാമായിരുന്നു. അതായത് മനുഷ്യൻ്റെ സാധാരണ അവസ്ഥയിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. അപ്പോൾ യൗസേപ്പിതാവ്
തൻ്റെ തന്നെ തീരുമാനത്തെ ഉപേക്ഷിക്കുന്നുവെന്ന് നമുക്ക് കാണാം. താൻ ആലോചിച്ചുറപ്പിച്ചതിനെ ദൈവത്തിൻ്റെ ഹിതമായി ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തി കഴിയുമ്പോൾ ഉപേക്ഷിക്കാൻ യോസേപ്പ് പിതാവ് തയ്യാറാവുന്നു. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. കുറച്ച് വർഷങ്ങളായി പ്രചരിക്കുന്ന ഒരു തിരുസ്വരൂപം ഉറങ്ങുന്ന യോസേപ്പ് പിതാവിൻ്റെതാണ്. തിരുസ്വരൂപമുണ്ട്, ചിത്രങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് ഉറങ്ങുന്ന യോസേപ്പ് പിതാവ് എന്ന ചിത്രീകരണത്തിൻ്റെ അർത്ഥം? ആരാണ് ഉറങ്ങുന്ന യോസേപ്പ് പിതാവ്? ഉറങ്ങുന്ന യോസേപ്പ് പിതാവ് എന്നാൽ ദൈവഹിതം അന്വേഷിച്ചറിയുന്ന യോസേപ്പ് പിതാവാണ് എന്നാണ് അർത്ഥം. യോസേപ്പ് പിതാവ് നടത്തുന്ന ദൈവഹിത അന്വേഷണത്തെ സുവിശേഷകൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴിയാണ് ഈ സ്വപ്നത്തിൽ ലഭിക്കുന്ന ദൂതന്റെ അരുളപ്പാട്. അത് ഉറങ്ങുന്ന യോസേപ്പ് പിതാവായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ, ഉദാഹരണമായിട്ട് മരണത്തെ ചിത്രീകരിക്കാൻ വേണ്ടി ഒരു പൂ ഞെട്ടറ്റ് വീഴുന്നത് പോലെ കാണിക്കുന്നു. ഭയാനകമായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി കാറ്റും മഴയും ഇരുട്ടും ഒക്കെ കാണിക്കുന്നത് പോലെ രൂപകാത്മകമായ ഒരു അവതരണമാണ്. അപ്പോൾ ഉറങ്ങുന്ന യോസേപ്പ് പിതാവ് എന്ന് വെച്ചാൽ ദൈവഹിതം അന്വേഷിക്കുന്ന യോസേപ്പ് പിതാവ് എന്ന് അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. ഉറക്കത്തിനൊരു പ്രത്യേകതയുണ്ട്. പഴയ നിയമത്തിൽ ദൈവം ആദാമിനെ ഗാഠനിദ്രയിൽ ആഴ്ത്തുന്നു, നമ്മളത് വായിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ വാരിയിൽ നിന്ന് ഹവ്വയെ മെനഞ്ഞെടുക്കുന്നു. ആദാമിൻ്റെ ഈ ഉറക്കം സാധാരണ ഉറക്കമല്ല. ദൈവമാണ് ഗാഠമായ നിദ്രയിൽ അവനെ ആഴ്ത്തുന്നത്. അത് അസാധാരണമായ ഉറക്കമാണ്. അപ്പോൾ സാധാരണ ഉറക്കം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രവർത്തിക്കാത്ത, നമ്മൾ ജീവിതത്തിൽ പദ്ധതികളിടാത്ത ഒരു സമയം. അസാധാരണ ഉറക്കം എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു സമയം. ആദാമിന് ഒരു ഇണയെ നൽകുന്നത് ദൈവമാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. വൈവാഹിക ജീവിതത്തിൽ ഒരുമിപ്പിക്കപ്പെടുന്നത് അത് പ്രണയത്തിൻ്റെ അടുപ്പം കൊണ്ടും ആകർഷണം കൊണ്ടുമായിരിക്കാം. പക്ഷേ ആ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്, ദൈവമാണ് യോജിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആദാമിൻ്റെ ഉറക്കത്തിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഗോഡ് ഈസ് ആക്റ്റീവ്, ആദം പാസീവാണ്. അപ്പോൾ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയെയും പുരുഷനെയും കൂട്ടിയിണക്കുന്നത് ദൈവമാണ്. അങ്ങനെ ആദാമിൻ്റെ ഉറക്കത്തെ അസാധാരണ ഉറക്കമായും ദൈവം പ്രവർത്തിക്കുന്ന സമയമായും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതുപോലെ തന്നെയാണ് അബ്രഹാം ഗാഠനിദ്രയിലായിപ്പോയിരുന്നു. അബ്രഹാം ബലിപീഠം ഒരുക്കിയിട്ടുണ്ട്, ബലിവസ്തുക്കൾ നിരക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം അർപ്പിച്ചു കഴിയുമ്പോൾ സൂര്യാസ്തമയത്തോടെ അബ്രഹാം നിദ്രയിലാണ്ടു പോകുന്നു. ദൈവം അഗ്നിയയച്ച് ബലിവസ്തുക്കളെ സ്വീകരിക്കുന്നത്. ഇത് അബ്രഹാമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ്, റാറ്റിഫിക്കേഷൻ. സാധാരണ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ഇരു കൂട്ടർക്കും ഉത്തരവാദിത്വം ഉണ്ടാവും. ഉദാഹരണത്തിന് വിവാഹം, അതൊരു ഉടമ്പടിയാണ്. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അബ്രഹാം നിദ്രയിലാണ്ട് പോവുകയും ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. ഈ ഉടമ്പടിയിൽ ഉഭയകക്ഷികളില്ല, ബൈലാറ്ററൽ അല്ല, അത് യൂണിലാറ്ററൽ കവനൻ്റാണ്. ദൈവം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ അബ്രഹാമിനെ സന്തതികൾ നൽകുമെന്നുള്ള ആ പ്രവചനം, ആ ഒരു കാര്യം നിറവേറുന്നു. ഇവിടെ യോസേപ്പ് പിതാവിന് നിദ്രയിൽ ഒരു നിർദ്ദേശം ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഇതാണ്: ദൈവം തൻ്റെ ഹിതം യോസേപ്പ് പിതാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഉറങ്ങുന്ന യോസേപ്പ് പിതാവ് എന്നാൽ ദൈവാന്വേഷണത്തിൽ, ദൈവഹിതാന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യോസേപ്പ് പിതാവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താൻ നീതിക്കുപരിയായി നന്മയിലും കരുണയിലും എടുത്ത ഒരു തീരുമാനത്തെ അതിനും മുകളിലായി ദൈവം മറ്റൊരു തീരുമാനമെടുക്കുമ്പോൾ തൻ്റെ പദ്ധതി യോസേപ്പ് പിതാവ് മാറ്റിവെക്കുകയാണ്, ദൈവത്തിന് വിധേയപ്പെടുകയാണ്. അവൻ സ്വപ്നത്തിൽ നിന്നുണർന്ന് മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. പുത്രന് യേശു എന്ന് പേര് നൽകി. പ്രിയമുള്ളവരെ, യോസേപ്പ് പിതാവ് തൻ്റെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടായിട്ട ഒരു പ്രശ്നത്തെ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തുന്നു. അതും താൻ സ്വന്തമായി ആലോചിച്ചുറപ്പിച്ച നല്ല ഒരു തീരുമാനം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതി ഉറപ്പിക്കുന്നു.
ഇതിനുശേഷം വരുന്ന സുവിശേഷ ഭാഗങ്ങളിലും യൗസേപ്പ് പിതാവ് ഈ ദൈവഹിതം നിറവേറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നത് പോലെ യൗസേപ്പ് പിതാവ് പിന്നീട് ഈ ശിശുവിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടുന്ന് തിരിച്ചു വരാനുള്ള നിർദ്ദേശം നൽകുമ്പോൾ അതും അനുസരിക്കും. പിന്നീട് നസറത്തിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നീതിമാനെന്ന് യൗസേപ്പ് പിതാവിന് നൽകിയിരിക്കുന്ന വിശേഷണത്തിന്റെ അർത്ഥം നമുക്കിവിടെ ലഭിക്കും. ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ, മറ്റുള്ളവരോട് സ്നേഹവും പരിഗണനയും ഉള്ള ഒരാൾ, അതോടൊപ്പം തന്നെ അതിലുപരിയായി ദൈവഹിതം അന്വേഷിച്ച് കണ്ടെത്തി അത് നിവർത്തിക്കുന്ന വ്യക്തി. എന്താണ് പ്രിയമുള്ളവരെ ദൈവഹിതത്തിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ അതാണ് വിശുദ്ധിയുടെ അടിസ്ഥാനം. അത്ഭുതകരമായ അടയാളങ്ങളിലല്ല, ഭക്തിപാരിവശ്യത്തിൻ്റെ അനുഭവങ്ങളിലല്ല, അതീന്ദ്രിയമായ കാര്യങ്ങളിലല്ല, മറിച്ച് ദൈവഹിത അന്വേഷണത്തിലും അത് പ്രാവർത്തികമാക്കലിലുമാണ് വിശുദ്ധി. എങ്ങനെയാണ് ദൈവഹിതം നമുക്ക് ലഭിക്കുക എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിൽ നമ്മളത് കണ്ടെത്തുന്നു. മറ്റൊരാളുമായി കൂടിയാലോചിക്കുമ്പോൾ നമുക്ക് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നു. നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളിൽ നിന്ന് ദൈവഹിതം നമുക്ക് മനസ്സിലാവുന്നു. എല്ലാറ്റിലും ഉപരിയായി മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്നു. ദൈവഹിതം നിറവേറ്റലാണ് വിശുദ്ധിയുടെ അടിസ്ഥാനം. ഈ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ദൈവഹിതം അന്വേഷിക്കുന്നവരും അത് പ്രാവർത്തികമാക്കുവാനായി നമ്മുടെ തന്നെ ചിന്തകളെയും ചിലപ്പോഴൊക്കെ വാശിയെയും ഒക്കെ ഉപേക്ഷിക്കുന്നവരായി നമ്മെ ദൈവം മാറ്റി തീർക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് അനുഭവം നേരുന്നു. ആമേൻ. വചനജായ 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 വചനജായ